നമസ്കാരം. സഭാവിശേഷങ്ങളുമായി മാർത്തോമ ന്യൂസ്. സംഗീത സാന്ദ്രമായ ക്രിസ്മസ് രാവുകൾക്ക് സ്വാഗതമോദി പുൽക്കൂട്ടിൽ പൂക്കാലം ഹൃദ്യ അനുഭവമായി. മാർത്തോമ സഭയുടെ സംഗീത സംവേദന വിഭാഗമായ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സേക്രഡ് മ്യൂസിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ഒരുക്കിയ ക്രിസ്മസ് വിളംബര ഗാനസന്ധ്യ പുൽക്കൂട്ടിൽ പൂക്കാലം മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്ത ഉദ്ഘാടനം ചെയ്തു. നേടുന്നതിന്റെ ആനന്ദമല്ല, നൽകുന്നതിന്റെ സന്തോഷമായിരിക്കണം ക്രിസ്മസ് എന്ന് മെത്രാപ്പോലിത്ത പറഞ്ഞു. ദൈവത്തിന്റെ ഹൃദയവാഞ്ചയ്ക്ക് അനുസൃതമായി ദൈവമക്കൾ പ്രവർത്തിക്കുമ്പോഴാണ് ക്രിസ്മസ് അർത്ഥവത്താകുന്നതെന്നും മെത്രാപ്പോലിത്ത ഓർമ്മിപ്പിച്ചു. നമ്മളുടെ സഹോദരരുടെ കാവൽക്കാരായിട്ട് തീരുക, അവരതിൻ്റെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതാണ് ക്രിസ്മസ് ഇന്ന് യാഥാർത്ഥ്യമായിട്ട് തീരുന്നത്. അവരൻ്റെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നിടത്ത് ക്രിസ്മസ് യാഥാർത്ഥ്യമായിട്ട് തീരുന്നു. ഓർത്തഡോക്സ് സഭ ഇടുക്കി ഭദ്രാസനാധിപൻ സക്രിയ മാർ സെവേറിയോസ് മെത്രാപ്പോലിത്ത മുഖ്യ സന്ദേശം നൽകി. അധാർമികതയുടെ ഇരുൾ മൂടുന്ന ഏത് കാലത്തും വെളിച്ചത്തിൻ്റെ ഉദയത്തെക്കുറിച്ച് നാം പേർത്തും ധ്യാനിക്കേണ്ടതുണ്ട്. DSMC പ്രസിഡന്റ് ഡോക്ടർ ജോസഫ് മാർ ഇവാനിയോസ് എപ്പിസ്കോപ്പ ആമുഖ സന്ദേശം നൽകി. നൽകുന്നതിനകത്തെ സന്തോഷം ദൈവം ലോകത്തിന് നൽകി സന്തോഷം പങ്കുവച്ചതിൻ്റെ ഓർമ്മ പെരുന്നാൾ കൂടിയാണ് ഈ ക്രിസ്തുമസ്. തോമസ് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ, സക്രിയാസ് മാർ അപ്രൈം എപ്പിസ്കോപ്പ എന്നിവർ സന്നിഹിതരായിരുന്നു. പ്രശസ്ത ഗായകൻ KG മർക്കോസ് വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത് ഗാനങ്ങൾ ആലപിച്ചത് ഹൃദ്യമായ അനുഭവമായി. DSMC, അടൂർ ഭദ്രാസന DSMC, കളമശ്ശേരി സെന്റ് തോമസ് മാർത്തോമ ഇടവക, തിരുവല്ല മെയിൽ വോയിസ് ആൻഡ് കോറൽ സൊസൈറ്റി തുടങ്ങിയ ഗായക സംഘാംഗങ്ങൾ ശ്രുതിമധുരമായ ഗാനങ്ങൾ ആലപിച്ചു. തിരുവല്ല നിക്കോൾസൺ സ്കൂൾ കുട്ടികൾ അവതരിപ്പിച്ച ദൃശ്യാവിഷ്കാരം പരിപാടിക്ക് മിഴിവേകി. സീനിയർ വികാരി ജനറൽ വെരി റവറൻ മാത്യു ജോൺ പ്രാരംഭ പ്രാർത്ഥന നടത്തി. ഡയറക്ടർ റവറൻ ഉമ്മൻ K ജേക്കബ്, വൈസ് പ്രസിഡന്റ് റവറൻ സാം T മാത്യു, അസിസ്റ്റന്റ് ഡയറക്ടർ റവറൻ സ്റ്റീഫൻ C എബ്രഹാം, ട്രഷറർ മാത്യു കുര്യൻ, DSMC മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. നിയോഗിക്കപ്പെടുന്ന ഇടങ്ങളിൽ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും മുഖമായി സുവിശേഷകർ മാറണമെന്ന് ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്ത. മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള മിഷണറീസ് ആൻഡ് ഇവാഞ്ചലിസ്റ്റ് അഖിലേന്ത്യാ കോൺഫറൻസ് ചരൽക്കുന്ന് ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ സെന്ററിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മെത്രാപ്പോലിത്ത. പരിധികളെ അതിജീവിക്കുന്ന രൂപാന്തരത്തിന്റെ സാക്ഷ്യം പങ്കിടുവാൻ മിഷണറിമാരും പ്രേക്ഷിതരും കടപ്പെട്ടവരാണെന്നും മെത്രാപ്പോലിത്ത പറഞ്ഞു. സംഘം പ്രസിഡന്റ് ഡോക്ടർ ഐസക് മാർ ഫിലിക്സ്നോസ് എപ്പിസ്കോപ്പ അധ്യക്ഷത വഹിച്ചു. വെല്ലുവിളികളുടെ മധ്യത്തിൽ ദൗത്യത്തിന്റെ പുനർനിർവചനം അപ്പോസ്തോലിക വിളിയുടെയും നിയോഗത്തിന്റെയും അടിസ്ഥാനത്തിൽ നിർവഹിക്കുവാൻ മിഷണറിമാർക്കും പ്രേക്ഷിതർക്കും സാധിക്കണമെന്ന് മാർ ഫിലിക്സ്നോസ് ഓർമ്മിപ്പിച്ചു. സംഘം ജനറൽ സെക്രട്ടറി റവറൻ DB K ജോഷുവ, സഭാ സെക്രട്ടറി റവറൻ DB T മാമൻ, സംഘം സഞ്ചാര സെക്രട്ടറി ആൻഡ് കോൺഫറൻസ് കൺവീനർ റവറൻ ജിജി വർഗീസ്, ലേഖക സെക്രട്ടറി പ്രൊഫസർ എബ്രഹാം P മാത്യു, ട്രഷറർ ഡോക്ടർ എബി തോമസ് വാരിക്കാട്, സൺഡേ സ്കൂൾ സമാജം ജനറൽ സെക്രട്ടറി റവറൻ സജേഷ് മാത്യൂസ്, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ റവറൻ റൊണാൾഡ് രാജു എന്നിവർ പ്രസംഗിച്ചു. ദൗത്യത്തിന്റെ പുനർനിർവചനം അപ്പോസ്തോലിക വിളിയും നിയോഗവും എന്ന വിഷയത്തിൽ പ്രഭാഷണങ്ങളും ചർച്ചകളും നടന്നു. സമാപന ദിനത്തിൽ മാർ ഫിലിക്സ്നോസ് എപ്പിസ്കോപ്പ വിശുദ്ധ കുർബാന അനുഷ്ഠിച്ചു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 300ഓളം മിഷണറി അച്ഛന്മാരും സുവിശേഷകരും പങ്കെടുത്തു. മാരാമൺ കൺവെൻഷന്റെ 131ാമത് മഹായോഗം ഫെബ്രുവരി 8 മുതൽ 15 വരെ പമ്പ മണൽപ്പുറത്ത് നടക്കും. മണൽപ്പരപ്പിലേക്കുള്ള താൽക്കാലിക പാലങ്ങളുടെ നിർമ്മാണോദ്ഘാടനം മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്ത നിർവഹിച്ചു. സുവിശേഷ പ്രസംഗ സംഘം പ്രസിഡന്റ് ഡോക്ടർ ഐസക് മാർ ഫിലിക്സ്നോസ് എപ്പിസ്കോപ്പ അധ്യക്ഷത വഹിച്ചു. സുവിശേഷ പ്രസംഗ സംഘം ജനറൽ സെക്രട്ടറി റവറൻ DB K ജോഷുവ പ്രസംഗിച്ചു. ലേഖക സെക്രട്ടറി പ്രൊഫസർ എബ്രഹാം P മാത്യു, സഞ്ചാര സെക്രട്ടറി റവറൻ ജിജി വർഗീസ്, ട്രഷറർ ഡോക്ടർ എബി തോമസ് വാരിക്കാട്, സംഘം മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ സാം ചെമ്പകത്തിൽ, PP അച്ചൻകുഞ്ഞ്, ടിജു M ജോർജ്, ഇവാഞ്ചലിസ്റ്റ് മാത്യു ജോൺ M, ആനി കോശി, ലാലമ്മ മാത്യു, ഇടിക്കുള വർഗീസ്, റവറൻഡ് അലക്സെ, സുബി പള്ളിക്കൽ, സാം ജേക്കബ്, ഡോക്ടർ ഷാജി AS, ബിനോജ് S, റവറൻ ജോജി ജേക്കബ്, ഇവാഞ്ചലിസ്റ്റ് MC ജോർജ് കുട്ടി, തോട്ടപ്പുഴശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് കൃഷ്ണകുമാർ, കോഴഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് സാലി തോമസ്, ഗ്രാമപഞ്ചായത്ത് അംഗം ബിജ്ലി P ഈശോ, വൈദികർ, വിശ്വാസ സമൂഹം എന്നിവർ പങ്കെടുത്തു. ചെപ്പള്ളിക്കടവ്, മുക്കർണത്ത് കടവ്, അരമനക്കടവ് എന്നിവിടങ്ങളിൽ നിന്നുമാണ് കൺവെൻഷൻ നഗരിയിലേക്ക് താൽക്കാലിക പാലങ്ങൾ നിർമ്മിക്കുന്നത്.
കോട്ടയം മാർത്തോമ വൈദിക സെമിനാരി ശതാബ്ദി ആഘോഷങ്ങളുടെ നേതൃത്വത്തിൽ 2 ദിവസം നീളുന്ന യൂത്ത് എംപവർമെന്റ് പ്രോഗ്രാം ഡിസംബർ 27, 28 തീയതികളിൽ സംഘടിപ്പിക്കും. പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർ റവറന്റ് ഡോക്ടർ VM മാത്യുവുമായി 9891872402 എന്ന നമ്പറിൽ ബന്ധപ്പെടണം. മാർത്തോമ ട്രോഫി സംസ്ഥാന സ്കൂൾ കായികമേള തിരുവല്ല SCS സ്റ്റേഡിയത്തിൽ നടന്നു. ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ കോർപ്പറേറ്റ് മാനേജർ കുരുവിള മാത്യു അധ്യക്ഷത വഹിച്ചു. മുൻ ഇന്ത്യൻ ഗോൾ കീപ്പർ KT ചാക്കോ സല്യൂട്ട് സ്വീകരിച്ചു. സഭാ സെക്രട്ടറി റവറന്റ് ഡെബി ടി മാമൻ ദീപം തെളിയിച്ചു. സുവിശേഷ പ്രസംഗ സംഘം ജനറൽ സെക്രട്ടറി റവറന്റ് ഡെബി കെ ജോഷുവ, സഭാ ആത്മായ ട്രസ്റ്റി അഡ്വക്കേറ്റ് അൻസിൽ സക്രിയ കോമാട്ട്, PT ഷാജി, ഡോക്ടർ മാത്യു തോമസ്, ഡോക്ടർ റെജിനോൾ വർഗീസ്, AV ജോർജ്, ജോൺ K തോമസ്, റെനി വർഗീസ്, ലിൻഡോ ജോൺ, ഷെൽട്ടൺ V റാഫേൽ, വർഗീസ് മാത്യു, സജി ജേക്കബ്, സെൻമോൻ V ഫിലിപ്പ്, നിഷ മേരി ജോസഫ് എന്നിവർ പ്രസംഗിച്ചു. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മികച്ച നേട്ടം കരസ്ഥമാക്കിയ സ്കൂളുകളിലെ കായികാധ്യാപകരായ വിബിത ചാക്കോ തിരുവല്ല, ജോർജ് ബിൻരാജ് പത്തനംതിട്ട, ചാർലി C തരകൻ കോട്ടയം, ജിബിൻ തോമസ് ചണ്ണപ്പേട്ട എന്നിവരെ അനുമോദിച്ചു. കൂടുതൽ സഭാവിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം മാർത്തോമ വിഷനിലൂടെ. ശാലോം.